ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയാളി പ്രേക്ഷകർ, മലയാളി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ദൃശ്യം 3 ജോർജ് കുട്ടിയുടെ തിരിച്ചുവരവ്. നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ലാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ, ബർത്ത്ഡേയിൽ തന്നെ കിഡിലൻ എന്താ പറയുക, ലാലേട്ടനോട് ബർത്ത്ഡേ ഗിഫ്റ്റ്. സാധാരണ നമ്മൾ അങ്ങോട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, പക്ഷെ ലാലേട്ടൻ ഇത് നമുക്ക് ഇങ്ങോട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. ഒരു അടിപൊളി മൂവിയാണ്. ഞാനിപ്പോൾ ആ സിനിമ കണ്ട് വന്ന് ഇറങ്ങിയതിൻ്റെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഷോ കണ്ട് ലാലേട്ടനൊരു എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം തോന്നി. ഞാൻ ലാലേട്ടനെ കൊടുക്കുന്നൊരു ചെറിയൊരു ഗിഫ്റ്റ് ആട്ടോ. ഫസ്റ്റ് ഷോ ലാലേട്ടനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ ഭയങ്കര അടിപൊളി. ആ ഒരു ഹാങ് ഓവറിലാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അഭിപ്രായങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ ചാനലിലൂടെ പറയുന്നത്. സാധാരണ നമ്മളിവിടെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സിനിമ റിവ്യൂ ഒരുപാട് ചെയ്യുന്ന വലിയ ചാനലൊന്നുമല്ല. പക്ഷേ ലാലേട്ടൻ്റെ പടങ്ങൾ ഞാൻ ഫസ്റ്റ് ഡേ പോയി കാണാനായിട്ട് എനിക്ക് താല്പര്യമാണ്, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ദൃശ്യം 3 ഏറെ നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയല്ലേ. അങ്ങനെ ദൃശ്യം 3 ലാലേട്ടൻ്റെ വന്ന് ജോർജ് കുട്ടിയുടെ തിരിച്ചു വരവ് നമ്മൾ എൻ്റെ തുറന്നൊരു അഭിപ്രായം മാത്രമാണ്. സിനിമയെക്കുറിച്ച് ഒന്നും ഞാനിത് പറയില്ല, പക്ഷേ ഒരു പ്രേക്ഷക നിരക്കിൽ ഞാൻ കണ്ട എൻ്റെ അഭിപ്രായം പറയാണ്. നമ്മൾ ദൃശ്യം 1 കണ്ടു, ദൃശ്യം 2 കണ്ടു അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചിരുത്തിയ സിനിമയാണ്. അതിൽ ഒട്ടും കുറവല്ല, ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾ ഒട്ടും കുറയ്ക്കേണ്ട. അടിപൊളി മൂവിയാണ്. എന്ത് പറയാനാ, ജോർജ് കുട്ടിയായിട്ടുള്ള ലാലേട്ടൻ്റെ തകർപ്പൻ പെർഫോമൻസ്. ആദ്യത്തെ 2 ഭാഗങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമോഷൻസും അതിൻ്റെ സസ്പെൻസും ഒന്നും തന്നെ കുറയ്ക്കാതെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ ദൃശ്യം 3ലും പോയിരിക്കുന്നത്. ഈ സിനിമയുടെ ഹൈലൈറ്റ് ഇന്റർവെൽ ബ്ലോക്ക്, അതുപോലെ തന്നെയുള്ള ക്ലൈമാക്സിലുള്ള സസ്പെൻസും. ദൃശ്യം 4, 5, 6 ഒക്കെ നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രതീക്ഷിക്കാം. അതുപോലെയാണ് അവർ കഥ 3ൽ കൊണ്ടുപോയിരിക്കുന്നത്. ഫാമിലി ഇമോഷൻസും ക്രൈം ത്രില്ലർ മിക്സും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ പറയാറുള്ള പോലെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ട് മാത്രം ആ പടം ഹിറ്റാവുന്നില്ല അല്ലേ. അതിൻ്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള നമ്മുടെ മീനയുടെ അടിപൊളി ആക്ടിങ് ആണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീട്ടമ്മയുടെ ആക്ടിങ് ഇതിലും നമ്മൾ 1ഉം 2ഉം കണ്ടു, അതുപോലെ തന്നെ 3ലും കൊണ്ടുപോയിട്ടുണ്ട്. ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്ലെവർ മൈൻഡ്, അത് സ്ക്രീൻ പ്ലേ കൊണ്ടാണെങ്കിലും ബിൽഡപ്പ് ചെയ്തിട്ടാണെങ്കിലും ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. സ്ലോ ബേൺ സ്റ്റൈലാണെങ്കിലും സസ്പെൻസ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് കൊണ്ടിട്ടുള്ളത്. നിങ്ങളൊന്നും നിരാശപ്പെടുത്തില്ല. സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്, ഇന്റർവെൽ അടിപൊളിയാണ്, അതിന്റെ ക്ലൈമാക്സ് സൂപ്പറാണ്. പിന്നെ നമ്മളെ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഫുൾ പോസിറ്റീവ് റിവ്യൂ ആണ് കേട്ടോ എൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. പിന്നെ നെഗറ്റീവ് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് പറയാം. കുറച്ച് ചില ഭാഗങ്ങളൊക്കെ സ്ലോ നമുക്ക് ഫീൽ ചെയ്തേക്കാം. 1ഉം 2ഉം ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് സർപ്രൈസുകൾ കുറവാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു 3 എന്ന് പറയുന്ന ഈ ഒരു ദൃശ്യം 3ൽ എത്തേണ്ട കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ദൃശ്യം 4 ഉണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിയിലൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും 4 തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ദൃശ്യം 4-നായിട്ടുള്ളൊരു കാത്തിരിപ്പായിരിക്കും. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വാച്ചാണ്. ജോർജ് കുട്ടിയുടെ കഥയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ വകയും നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരുടെ വകയും ലാലേട്ടൻ്റെ ഒരു വലിയൊരു ഹാപ്പി ബർത്ത്ഡേ. സിനിമ കിട്ടില്ല സിനിമയാണ്, അടിപൊളിയായിട്ട്. ഇനി ഇത് എത്ര കോടി ക്ലബ്ബൊക്കെ എത്ര ദിവസം കൊണ്ട് കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അടിപൊളി മൂവി. ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നെഗറ്റീവ് പറയുന്നവർക്ക് ഇപ്പം പലരും എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ പറയും. നെഗറ്റീവ് പറയാനായിട്ട് പറയുന്നവർക്ക് പറയാം. പക്ഷെ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യ ഭാഗങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ സസ്പെൻസ് ഫാക്ടേഴ്സ് കുറച്ച് കുറവാണെന്ന് തോന്നിയേക്കാം. പക്ഷെ ഒട്ടും തന്നെ കുറവല്ല. നിങ്ങൾ കാണാൻ മസ്റ്റ് വാച്ചാണ്. പിന്നെ കഥ കേട്ടോ പറഞ്ഞോ അങ്ങനെ കാണേണ്ട ഒരു പടമൊന്നും അല്ല. അറിയാലോ ലാലേട്ടൻ്റെ ദൃശ്യം എങ്ങനെയായിരിക്കുന്നത്. തിയേറ്ററിൽ പോയി തന്നെ കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യുക. കിട്ടിയ മൂവിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ലാലേട്ടനെ എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും വക ഒരു ഹാപ്പി ബർത്ത്ഡേ. ലവ് യു ലാലേട്ട. അടിപൊളി.